ഹിമാലയം കാണണം, ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഹിമാലയം കാണണമെന്ന് പറയും. പർവ്വതങ്ങൾ അനവധിയുണ്ട്, പക്ഷേ ഹിമാലയത്തിൻ്റെ പ്രത്യേകത എന്താ? ഈ ലോകത്തിലുള്ളതായ സകല തത്വശാസ്ത്രങ്ങളുടെയും ഈറ്റില്ലവും ഉറവിടവുമായിക്കൊണ്ട്, ആത്മീയതയുടെ വിളനിലമായിക്കൊണ്ട്, കൽപ്പകാലങ്ങളായി പാദപാംസുക്കളാൽ പാരിനെ പവിത്രമാക്കാൻ പോകുന്നതായ മഹാത്മാക്കൾ തപസ് ചെയ്തുകൊണ്ടിരിക്കുന്നതായ പുണ്യഭൂമിയാണ് അന്നും ഇന്നും ഹിമാലയം. ഹിമാലയം നെസ്തദണ്ഡ പ്രകർഷം എന്ന് ഭാഗവതം തന്നെ അതിൻ്റെ മഹത്വത്തെ, ഗൗരവത്തെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ലൗകികന്മാർക്ക് ലൗകിക ചിന്തകൾക്ക് അവിടെ സ്ഥാനമില്ല. നെസ്തദണ്ഡന്മാരായിരിക്കുന്നതായ ആൾക്കാർക്ക്, ഈശ്വരഭജനം ചെയ്യുന്നതായ, ആത്മവിചാരം ചെയ്യുന്നതായ മഹാത്മാക്കൾക്ക് തപസ്സിനുള്ളതായ പുണ്യഭൂമിയാണ് ഹിമാലയം. 1,26,000 മലമടക്കുകളാണ് അരുണാചൽ പ്രദേശം മുതൽ അങ്ങ് അഫ്ഗാനിസ്ഥാന് അപ്പുറത്തുള്ളതായ ഹിന്ദുക്കുഷ് പർവ്വതം വരെ നീണ്ടു നിവർന്ന് കിടക്കുന്നതായ ഹിമാലയോ നാമ നഗാതിരാജഹാൻ കാളിദാസൻ വർണ്ണിക്കുന്ന പോലെ ആ പർവ്വതശ്രേഷ്ഠൻ്റെ ഗാംഭീര്യം അത് കണ്ടറിയണം. അപ്പോഴേ അതിൻ്റെ മഹത്വം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഗംഗയിൽ കുളിക്കണം, ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഗംഗയിൽ കുളിക്കണം. എന്നും ഒരു ഹിന്ദുവിനെ സംബന്ധിച്ചിടത്തോളം രാവിലെ കുളിക്കുകയാണെങ്കിൽ ഗംഗാസ്നാനം എന്നുള്ള സങ്കല്പത്തിലാണ് തലയിൽ വെള്ളമൊഴിക്കുക. ജീവൻ പോകുന്ന സമയത്തും അവസാനമായിട്ട് ഏത് തീർത്ഥാ കൊടുക്കുക? മുനിസിപ്പാലിറ്റിയിലെ വെള്ളമായിരിക്കും, എന്നാലും എന്ത് പറഞ്ഞിട്ടാണ് കൊടുക്കുക? ഗംഗാതീർത്ഥം എന്ന് പറഞ്ഞിട്ടാണ് കൊടുക്കുക. ഗംഗാജല ലവ കണികാപീത, ഗംഗാജലത്തിൻ്റെതായ ഒരു കണിക ഉണ്ടായാൽ മതി എന്ന അറിവിൻ്റെ സ്വരൂപമായിരിക്കുന്നതായ, അറിവിൻ്റെ ആൾരൂപമായിരിക്കുന്നതായ ജഗൽഗുരു ശങ്കരാചാര്യസ്വാമി തൃപ്പാദങ്ങൾ പോലും അങ്ങ് അരുളി ചെയ്തിരിക്കുന്നത്. ഗംഗ മുതൽ കാവേരി വരെ നീണ്ടു നിവർന്ന് കിടക്കുന്നതായ ഈ ഭാരതത്തെ മുഴുവൻ കുളിർപ്പിച്ചും തളിർപ്പിച്ചും ഒഴുകിക്കൊണ്ടിരിക്കുന്നതായ സനാതന ധർമ്മത്തിൻ്റെ ചിന്താധാരയുടെ പ്രവാഹമാണ് ഗംഗ എന്ന് പറയുന്നത്. ഗംഗയെ ശുദ്ധീകരിച്ചു കഴിഞ്ഞാൽ ഭാരതത്തെ മുഴുവൻ ശുദ്ധീകരിച്ചു കഴിഞ്ഞു. നമ്മെ സംബന്ധിച്ചിടത്തോളം ഗംഗ ഒരു സാധാരണ നദിയല്ല, ജഗത് ജനനിയാണ്. ഒരു തുള്ളി വെള്ളം കൊണ്ട് തന്നെ പാരിനെ പവിത്രമാക്കാൻ പോകുന്നതായ ജഗത് ജനനിയാണ്. ആ ഗംഗയിൽ ഒരിക്കലെങ്കിലും സ്നാനം ചെയ്യാൻ സാധിക്കുക എന്നുള്ളത് ഒരു ഹിന്ദുവിൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ്, അഥവാ കർത്തവ്യമാണ്. 5-ാമത്തതാണ് ഭാഗവതം വായിക്കണമെന്ന്. എവിടെ നിന്ന് തുടങ്ങണം? നമുക്ക് നിത്യസ്വാധ്യായഗ്രന്ഥമായിട്ട് ഏത് സ്വീകരിക്കണം? ഏതാപ്പം ശരി? മറ്റു മതസ്ഥർക്കൊക്കെ ഓരോ ഗ്രന്ഥങ്ങൾ മാത്രമാണ്, ഓരോരുത്തർക്കും ഓരോ ഗ്രന്ഥങ്ങളൊക്കെയാണ് കൽപ്പിച്ചിരിക്കുന്നത്. നമ്മൾക്ക് അങ്ങനെയല്ല. അനന്തശാസ്ത്രം ബഹുവേദിതവ്യം അല്പശകാലോ ബഹവച്ച വിഘ്ന. ശാസ്ത്രങ്ങൾ അനവധിയാണ്, ആചാര്യ പരമ്പരകൾ അനവധിയാണ്. ഓരോ ആചാര്യന്മാർ വന്ന് ഓരോ പ്രകാരത്തിൽ അങ്ങ് വ്യാഖ്യാനിക്കും. ഞാൻ പറയുന്നൊക്കെ പക്ക, മറ്റുള്ളവർ പറയുന്നൊക്കെ പോക്ക. ഇതിലിപ്പോൾ ഏതാ ശരി? എവിടെ നിന്ന് തുടങ്ങണം? ഇല്ലെങ്കിൽ തന്നെ ഇപ്പോൾ ഒരുപാടുണ്ട്. രാമായണമുണ്ട്, ഭാഗവതമുണ്ട്, ഭാരതമുണ്ട്, ലളിതാസഹസ്രമുണ്ട്, നാരായണിയുണ്ട്. ഇങ്ങനെ ഞങ്ങളിപ്പോൾ എവിടെ നിന്നാണ് തുടങ്ങേണ്ടത്? അങ്ങനെ ഇരുകർത്തവ്യത മൂഢനായിക്കൊണ്ട് ശങ്കിതമനസ്കരായി നിൽക്കുന്നതായ ഒരു ജിജ്ഞാസുവായ ജീവനോട് അർത്ഥശങ്കയ്ക്ക് അവകാശമില്ലാത്തതായ രീതിയിൽ അങ്ങ് അരുളി ചെയ്യുകയാണ് ഏകം ഭാഗവതം ശാസ്ത്രം. നിങ്ങൾ പലതും പഠിച്ച് പെരുവഴിയാവേണ്ടതായ കാര്യമില്ല. ഭാഗവതമാകുന്നതായ ഒന്നിനെ ആശ്രയിച്ചാൽ മതി. സംപൂജ്യ ജ്ഞാനാനന്ദസ്വാമി തൃപ്പാദങ്ങൾ പറയും, ഭാഗവതത്തെ കയ്യിലെടുത്ത ആൾക്കാരെയൊക്കെ ഭാഗവതം എടുത്തിട്ടേ ഉള്ളൂ. നിങ്ങൾ ഭാഗവതം വായിക്കാൻ തുടങ്ങിയതിന് ശേഷം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതായ വഴിത്തിരിവ്, ഭാഗവതം വായിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് എങ്ങനെയായിരുന്നു, വായിച്ചതിന് ശേഷം എങ്ങനെയായിരുന്നു. കാർ ഓടിക്കുന്ന സമയത്ത് ഒരു കോൺവെക്സ് മിറർ സൈഡിൽ വയ്ക്കും. എന്തിനു വേണ്ടിയിട്ടാണ്? വന്ന വഴി അറിഞ്ഞാലേ നമുക്ക് മുന്നോട്ടുള്ള വഴി സുഖമായി തീരുള്ളൂ. അതുപോലെ നമ്മൾ പിന്നിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഭാഗവതത്തെ കൊണ്ട് ഭഗവാനെ, ഗുരുവായൂരപ്പനെ ആശ്രയിക്കാൻ തുടങ്ങുന്നതിന് മുന്നേ എങ്ങനെയായിരുന്നു, ഭാഗവതത്തെ കൊണ്ട് ഭഗവാനെ ആശ്രയിക്കാൻ തുടങ്ങിയതിന് ശേഷം എന്തെല്ലാം മാറ്റങ്ങൾ ഉണ്ടായി എന്ന്. ആത്മനസ്തുഷ്ടിരേവജ എന്ന് മനു പറയുന്ന പോലെ നമ്മൾക്ക് ആത്മാനുഭവമായി തീരുന്നതായൊരു കാര്യമാണ്. ഈ ഭാഗവതത്തെ ആശ്രയിച്ചതായ ഏതൊരാളാണ് താഴോട്ട് പോയിരിക്കുന്നത്? എന്തിനാണ്, എവിടെയാണ് ഒരു കുറവുണ്ടായിരിക്കുന്നത്? തേനേയം വാഗ്മയീ മൂർത്തി പ്രത്യക്ഷ വർത്തദേഹരേഹ. ഭഗവാന്റെ വാഗ്മയീ സ്വരൂപമായിട്ട് ഭാഗവത്തെ വർണ്ണിച്ച പോലെ വേറെ ഏതൊരു ശാസ്ത്രത്തെ വർണ്ണിച്ചിട്ടുണ്ട്? ആ ഭാഗവതമല്ലാതെ ഈ കലികാല ജനതയ്ക്ക് ഈ കലികാല കെടുതികളിൽ നിന്ന് മോചനം നേടാനായി കൊണ്ട് വേറൊരു മാർഗമില്ല എന്നുള്ളതായ ആ സനാതന സത്യം തന്നെയാണ്, അഥവാ ഭഗവാന്റെ മഹാകാരുണ്യം തന്നെയാണ്
ഈ ഭാഗവത രസികസ്മൃതി എന്ന പേരിൽ വീണ്ടും ഒരു മഹാസത്രത്തിന് ഭഗവാൻ അനുഗ്രഹത്തെ ചൊരിഞ്ഞിരിക്കുന്നത്. നമ്മൾക്കിത് എത്ര കേട്ടാലും പോരാ. ഇന്നൊന്നല്ലോ കേൾക്കാൻ തുടങ്ങിയൊന്നുമല്ല ഭാഗവതം ഇല്ലേ? എത്ര സപ്താഹമായി കേൾക്കുന്നു, ശികാല ഇതൊക്കെ കേൾക്കാൻ തുടങ്ങിയിട്ട് ഇല്ലേ? കാണാൻ തുടങ്ങി ആലമ്പർക്ക് തന്നെ ഇരിപ്പ് ഇല്ലേ? ഒന്നോ രണ്ടോ ഒന്നുമല്ല, എത്ര സപ്താഹം കേട്ടിരിക്കുന്നത് എഴുതി വയ്ക്കും, എത്ര സപ്താഹങ്ങൾ കേട്ടു എന്നുള്ളത്. നമുക്ക് രാവിലെ വന്ന ന്യൂസ് പേപ്പർ വൈകുന്നേരമായി കഴിഞ്ഞാൽ എന്തായി? അത് വേസ്റ്റ് പേപ്പറായി. നമുക്ക് ഇന്നലെ കേട്ട ഭാഗവതം ഇന്നൊക്കെ എന്തായി? വേസ്റ്റ് ഭാഗവതം. അങ്ങനെ പറയാൻ പറ്റുമോ? പറയുമോ? ഇല്ല. ഒരു ഭക്തനാണെങ്കിൽ അത് എത്ര കേട്ടാലും പോരാ പോരാ എന്നുള്ളതല്ലേ. ആപാരചൂട മധുരമായിട്ട് ഏതൊരാൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നതായ ഭാവത്തിലും ഭാഷയിലും ആശയാവിഷ്കരണം നടത്താൻ അന്യാദൃശ ശൈലിയിലൂടെ ഈ ലോകത്തെ അനുഗ്രഹിച്ചിരിക്കുന്നതായൊരു ആചാര്യവര്യൻ വ്യാസഭഗവാനെ പോലെ വേറൊരാളില്ല. ആ വ്യാസഭഗവാന്റെ അപാര കാരുണ്യത്തിൻ്റെ ആകത്തുകയാണ്, അഥവാ ശാസ്ത്ര സഞ്ചയത്തിൻ്റെ സംക്ഷിപ്തമായ സംഗ്രഹ സ്വരൂപമാണ് ശ്രീമദ് ഭാഗവതം. അത് എത്ര പഠിച്ചാലും നമ്മൾക്ക് പോരാ. 12 സ്കന്ധങ്ങളെ കൊണ്ട്, 335 അധ്യായങ്ങളെ കൊണ്ട്, 16 ഗ്രന്ഥങ്ങളെ കൊണ്ട് ഭഗവത് സ്വരൂപമായിരിക്കുന്നതായ ഈ ഭാഗവതത്തിലൂടെ എത്രയെത്ര മഹാത്മാക്കളാണ് ആ ആത്മാനുഭൂതിക്ക് തന്നിൽ താനായി വിളങ്ങുന്ന നിശേഷാത്മാവായിരിക്കുന്നതായ അഖിലദേഹിനാം അന്തരാത്മദൃക് എന്ന ഗോപികൾ നമ്മളെ പഠിപ്പിക്കുന്നതായ ആ ആത്മഭാവത്തിലോട്ടങ്ങ് ഉണർന്നിരിക്കുന്നത്.